നമസ്കാരം. മഹാവിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാരങ്ങളെ ആരാധിച്ചാൽ അവരുടെ ആത്മാവ് വൈകുണ്ഠത്തിൽ എത്തിച്ചേരും എന്നും മഹാവിഷ്ണു ഭഗവാനിൽ ലയിച്ച് മോക്ഷം ലഭിക്കും എന്നാണ് പറയുക. ഭഗവത് പ്രീതിക്കായി കുറച്ച് കാര്യങ്ങൾ മാത്രം നാം ചെയ്യണം. അത്തരത്തിൽ ഒരു കാര്യമാണ് ഇനി പരാമർശിക്കുന്നത്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ജപിക്കേണ്ടതായ ഒരു നാമമുണ്ട്. ചില നാമങ്ങൾ ഉച്ചരിക്കാൻ പ്രത്യേകമായ നിഷ്ഠകൾ ആവശ്യമാണ്. എന്നാൽ ഇനി പറയുന്നതായ നാമം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഉച്ചരിക്കാൻ പ്രത്യേകമായ നിഷ്ഠകൾ ആവശ്യമില്ല എന്നതാണ് പ്രത്യേകത. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കട്ടിലിരുന്ന് ഉച്ചരിച്ച് നിങ്ങൾ കിടന്നുറങ്ങുക. ഉണർന്ന് എണീക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാറ്റങ്ങൾ വളരെ വലുത് തന്നെയാകുന്നു. ഇത് എത്ര തവണ ജപിക്കണം എന്നൊന്നുമില്ല. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ജപിക്കണം എന്നേയുള്ളൂ. എപ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി കൈയും കാലും മുഖവും കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങുവാൻ പാടൂ. അങ്ങനെ കൈയും കാലും മുഖവും കഴുകി തുടച്ച് വന്നതിന് ശേഷം കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഈ നാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ആർക്കും ജപിക്കാവുന്നതായ നാമം. മനസ്സിൽ ഉരുവിടുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ ഉരുവിടുകയോ ചെയ്യാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. മഹാവിഷ്ണു ഭഗവാൻ പരിപാലനത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഈശ്വരൻ തന്നെയാകുന്നു, അഥവാ ദൈവം തന്നെയാണ്. അതുപോലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നമുക്ക് മോക്ഷം നൽകുന്നതും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാകുന്നു. മറ്റേത് ദേവതയെ നിത്യവും നിങ്ങൾ ആരാധിച്ചാലും ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ മഹാവിഷ്ണു ഭഗവാനോട്, മഹാവിഷ്ണു അവതാരങ്ങളോട് പ്രത്യേകമായ അടുപ്പം ഏവർക്കും തോന്നുന്നതാണ്. ഇത് പല ഉപാസകർക്കുമുള്ള അനുഭവം തന്നെയാകുന്നു. കാരണം ജീവിതത്തിൽ ആത്മീയമായ ഉണർവ് നമ്മളിൽ വന്നു ചേരുമ്പോൾ, അവ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അതിന് ആവശ്യമായി തീരുന്നു, അഥവാ ഭഗവാന്റെ അനുഗ്രഹത്താലാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരു ഗുരു മറ്റൊന്നില്ല എന്ന് പൊതുവെ പറയുന്നു. ഭഗവാന്റെ ഭഗവത്ഗീത ഇന്നും കോടാനുകോടി ജനങ്ങൾക്ക് ഒരു വഴികാട്ടി തന്നെയാണ്. ശരിയായ സമയത്ത് വൈഷ്ണവ ശക്തി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നടത്തും. അവ ഒട്ടുമിക്കവാറും ജീവിതത്തിൽ ആത്മീയ ഉണർവ് ഉണ്ടാകുമ്പോഴാണ് എന്നതാണ് സത്യം. നാം നിത്യവും ജപിക്കുന്ന ഭഗവാന്റെ മൂലമന്ത്രങ്ങളാണ് ഓം നമോ നാരായണായ, അതായത് അഷ്ടാക്ഷര മന്ത്രങ്ങളും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും. ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് പോലും സർവ ഐശ്വര്യപ്രദമാണ്. ഗുരുവായൂർ നടയിൽ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം എഴുതിയിരിക്കുന്നതാകുന്നു. ഭഗവാൻ കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ഈ മന്ത്രം. ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും ഓരോ നാമങ്ങളെ സൂചിപ്പിക്കുന്നതാകുന്നു. ഈ നാമങ്ങൾ ഇങ്ങനെയാണ്: കേശവൻ നാരായണൻ, മാധവൻ ഗോവിന്ദൻ വിഷ്ണു, മധുസൂദനൻ ത്രിവിക്രമൻ വാമനൻ, ശ്രീധരൻ ഋഷികേശൻ പത്മനാഭൻ ദാമോദരൻ എന്നീ നാമങ്ങളാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ പ്രാധാന്യമാണ് ഭഗവാന്റെ ഈ പരാമർശിച്ചിരിക്കുന്നതായ നാമങ്ങൾ ജപിക്കുന്നതും. നിത്യവും ഈ നാമങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ ജപിക്കുകയാണ് എങ്കിൽ ഗ്രഹപ്പിഴ ദോഷം പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. മാറാ രോഗങ്ങൾ, രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ ഒരു അംഗം ഇപ്രകാരം പ്രയാസം അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രോഗ കാരണങ്ങൾ, മാനസികപരമായ വിഷമതകൾ, ഉറക്കം ലഭിക്കാത്തതായ അവസ്ഥയിൽ നിന്നും
മാറ്റങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ അലട്ടുന്ന മാനസിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതിനാൽ മറക്കാതെ നിങ്ങൾ ജപിച്ച് കിടന്നുറങ്ങുക. ഉറങ്ങുന്നതിന് മുൻപ് കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം തുടച്ച്, അതായത് കൈയും കാലും മുഖവും തുടച്ച് കിടക്കയിൽ ഇരുന്ന് ഭഗവാന്റെ രൂപം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടതാക്കുന്നു. ഭക്തിയോടെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുക. ശേഷം ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണുവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. ഈ നാമങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വച്ചതിന് ശേഷം രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് വായിക്കുക. അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയതിനു ശേഷം ഇപ്രകാരം നിങ്ങൾ ഈ മന്ത്രം ജപം തുടങ്ങുക. മന്ത്രത്തിന്റെ ശക്തി പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. അത്രമേൽ ശക്തമാർന്ന ഒരു മന്ത്രം തന്നെയാണ് ഇത്. അതിനാൽ അധികം നാം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ പോലും ജീവിതത്തിൽ ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും. സ്വയം ജപിച്ച് അതിന്റെ ഫലം മനസ്സിലാക്കുക എന്നുള്ളതാണ് വാസ്തവം. സാമ്പത്തിക കാര്യങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അകലുക അഥവാ ഗുണകരമായ മാറ്റങ്ങൾക്ക് അവസരം ഒരുങ്ങുക. തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. രാത്രി കിടക്കുമ്പോൾ മാത്രമല്ല, രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തുമ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ്. 12 തവണയെങ്കിലും നിങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യമാകുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ വളരെയധികം ഉണർവോടെ തന്നെ നിങ്ങൾക്ക് ഉണരുവാനും വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ നിത്യവും ഇപ്രകാരം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തും. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ നാമം നിങ്ങൾ ജപിക്കുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം.